നീ കടന്നിട്ടാണോ നിനക്ക് ആ ഒരു അവസരം കിട്ടിയത്? നാറ്റിച്ച് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നുള്ള ഒരു ത്രെറ്റ്. എനിക്ക് മറയ്ക്കാനും ഒളിക്കാനും എനിക്കൊന്നുമില്ല. എന്തെങ്കിലും നാളെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. നിങ്ങൾ കൂടെ നിൽക്കേണ്ടതല്ലേ? നിൽക്കാൻ റെഡിയാണ്. കൾപ്രിറ്റ്സിന്റെ പേര് പറയാൻ എന്താണ് മടി? സിബിന്റെ കേസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. സീസൺ 6 കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കായിരുന്നില്ലേ? ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പൊ ഈ കുറച്ച് കിട്ടിയെന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിനു പോയി? അതിനെക്കാട്ടി പുറത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ജുനൈസിന്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല? എന്റെ കേസിൽ അയാളോട് ക്ഷമിച്ചത് ശോഭ കൂടിയല്ലേ? എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിന് ഒരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്നെ എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളത്, ഞാൻ എവിടെ ഇരുന്നാലും സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ, ആസ് ലോങ് ആസ് ഐ ഹവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, ഐ വിൽ. അഖിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. തിരുത്തി പറച്ചിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. വെള്ളപൂശലും വളച്ചൊടിക്കലും അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ ഒരു മേളിലിരിക്കുന്ന ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല. ഇത് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോ നാദർ എന്നോട് വഴക്ക് കൂടിയാലും എനിക്ക് പ്രശ്നമില്ല. വിന്നർ ആവുകയാണെങ്കിൽ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് നാദരയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള സ്ത്രീകൾക്കെതിരെയായി ആ ഒരു കമന്റ് എന്ന് പറയുന്നത് അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിൽ പൊക്കോട്ടെ, ഞാൻ അതിന് റെഡിയാണ്. ശോഭ വിശ്വനാഥാണ് നമുക്കിപ്പോൾ. ഹായ് ശോഭ. നമസ്കാരം. ഇപ്പോൾ സതുദ്ദേശപരമായി തുടങ്ങിയെന്ന് വിചാരിക്കുന്ന ഒരു ഡിസ്കഷൻ വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഖിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് മാറി ശോഭയ്ക്ക് ഒരുപക്ഷെ ഇതിനകത്തേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ ആ ഡിസ്കഷൻ്റെ ഭാഗമായി മാറുകയോ മറ്റൊരു തരത്തിലേക്ക് ഇത് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇങ്ങനെ പെടേണ്ടി വരുന്നത്? ഇതൊരു ഡ്രാഗ് ചെയ്ത് വരുത്തിയതല്ലേ അത്? നമ്മളൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അത് ആവാം, വേണം. ചില കാര്യങ്ങൾ നമ്മൾ അനീതിയാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം, അത് ഓഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും ഇന്നസെൻറ്റ് ആൾക്കാരിലേക്ക് അത് വീഴരുത്. പിന്നെ അതൊരു ശാപമായി തീരരുത്. സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അതിലേക്കല്ല ഫോക്കസ് പോയത്. പിന്നെ ആ വിഷയം വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. എന്നാൽ അത് സെപ്പറേറ്റ് ഒരു കാര്യമായിട്ട് അത് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ക്ലാരിറ്റിയോടെ സംസാരിക്കാമായിരുന്നു. എങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടിയും വരില്ലായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മിക്ക കാര്യങ്ങളും ഞാൻ കാണുമ്പോഴും അതിനകത്ത് നടന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം ഉള്ള സൈബർ അറ്റാക്സ് ആണെങ്കിലും അതൊക്കെ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന ആളാണ്. ഇതുവരെയായിട്ട് ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യത്തിനും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പറയാനുള്ളവർ പറഞ്ഞോട്ടെ. നമുക്ക് തന്നെ അറിയാം, കുറേ പേര് PR-ൻ്റെ വർക്കാണെന്നും ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ സ്ക്രീനിൻ്റെ ബാക്കിലിരുന്ന് പല മാസ്കുകൾ അണിഞ്ഞ് കമൻറ്റ് ചെയ്യുന്നതും പലർക്കും വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നവരാണെന്നും നമുക്കറിയാം. അതിനുവേണ്ടി നമ്മുടെ സമയം കളയുന്ന എന്തിനാണ്? അങ്ങനെ ഒരു ചിന്താഗതിയാണ് എൻ്റെത്. ഞാൻ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് സംസാരിക്കണം തോന്നിയ, റിയാക്ട് ചെയ്യണം തോന്നിയ കാര്യങ്ങളിൽ വിഷയങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരികയോ അങ്ങനെ ഒരു ഇതിലേക്ക് ഒന്നും ഞാൻ ക്രൗഡിനെ ഇതിനകത്ത് അല്ലെങ്കിൽ വേറെ മൂന്നാമതൊരാളെ അല്ല അറിയിച്ചത്. എനിക്കുള്ള ഒരിത് ഈ ചെയ്ത വ്യക്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അഖിലിനെ വിളിച്ചോ? അതെ. അപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റൻസ്, നമ്മുടെ സീസണിലുള്ള അറ്റ്ലീസ്റ്റ് എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവണം. എനിക്കും എല്ലാവരും കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് ഒബ്വിയസ്ലി ഒരു പ്രോബ്ലം സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള സ്ത്രീകൾക്കെതിരെയായി ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇപ്പം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ ചാനലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബാഡ്, അതായത് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, അങ്ങനത്തെ കുറേ അലിഗേഷൻസ് വരുമ്പോൾ അതിൽ ആരൊക്കെയാണ് വ്യക്തികൾ അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറയില്ല. എനിക്ക് വിക്ടിംസിനെ അറിയാം, എന്നാൽ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞില്ല വിക്ടിംസിനെ കൊണ്ടുവരണം എന്നില്ല. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം കേസസ് നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക, റേപ്പ് കേസസ് ആണെങ്കിലും പല കേസസും നമ്മൾ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട്, വിക്ടിംസിൻ്റെ ഇത് മറച്ചു വെച്ചിട്ട് തന്നെയാണ് കേസ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്യാതെ ഇരിക്കുന്നില്ല. അവിടെ ജസ്റ്റിസും കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. പക്ഷെ മുമ്പോട്ട് വരണം. അത് നമുക്കൊരിക്കലും എന്താ പറയുക ഫൈറ്റ്, അതും ടിൽ എൻഡ് വരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കാൻ റെഡിയാണ്. നമുക്കും അറിയേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു നമ്മൾ പാർട്ടായിരുന്ന ഒരു ഷോയിൽ ഇങ്ങനെയൊക്കെ അനീതിയും ഇങ്ങനെ അക്രമവും ഇങ്ങനത്തെ മിസ്യൂസും ചെയ്യപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മുമ്പോട്ട് കൊണ്ടുവരണം.
ജസ്റ്റിസ് ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം. ഇനി വരുന്ന കുട്ടികൾക്ക് അത് സംഭവിക്കാതിരിക്കാനും ഉള്ള സ്റ്റെപ്സ് എടുക്കണം ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ പറയാം, സീസൺ 1 മുതൽ സീസൺ 6 വരെയുള്ള എല്ലാ വിമൻ കണ്ടസ്റ്റൻസ് ഇൻക്ലൂഡിങ് ട്രാൻസ് വിമനെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയും, എന്നാൽ നീയാണോ, അല്ലേ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നീയാണോ, നീ അതിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവൾ അതിൻ്റെ ഭാഗമായോണ്ടായിരിക്കും, അവൾക്ക് അവരുടെ എഗെയിൻസ്റ്റ് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നുള്ള 2 ഇതിലുള്ള അമ്പുമാണ് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം നാദിറ പ്രതികരിക്കുന്നു, ഇപ്പോൾ ദിയാസന പ്രതികരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് റനീഷ വീഡിയോ ഇടുന്നു. റനീഷയുടെ വീഡിയോയിൽ റനീഷയ്ക്കെതിരായിട്ട് റനീഷിനെ ആണെന്ന് കരുതിയിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് റനീഷ പറയുന്നത് അത് ഞാനല്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് ദേവു വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ടിട്ട് ഞങ്ങളല്ല എന്ന് തെളിയിക്കേണ്ട ഒരു സ്പേസിലേക്ക് ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അങ്ങനെ മറികടന്ന് അല്ലാതെ കൂടെ ആയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനത് പറഞ്ഞോട്ടെ, അതാ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഡേ ഐ കെപ്റ്റ് സൈലന്റ്. ഞാൻ വിളിച്ച് സംസാരിക്കേണ്ടവരുടെ അടുത്താണ് ഞാൻ സംസാരിച്ചത്. സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആയിട്ടും ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. അതായത് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത അതിനും മേളിലായിട്ടുള്ള രീതിയിലുള്ള സൈബർ ബുള്ളിങ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? സ്ലട്ട് ഷേമിങ്, അതായത് നീ കിടന്നിട്ടാണോ നിനക്ക് ആ ഒരു അവസരം കിട്ടിയത്, നീ എത്രയും ദിവസം നിന്ന് ഇതുകൊണ്ടാണോ നിനക്ക് അതുപോലത്തെ, അതുമല്ല അതിനേയും കാട്ടി മോശപ്പെട്ട രീതിയിലുള്ള കമൻസ്. നാദിറയാണെങ്കിൽ പോലും ഇപ്പം ഭയങ്കര ഡൗൺ, എല്ലാവരും ഡൗൺ ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വേണ്ട എത്ര ഇഗ്നോർ, യു ജസ്റ്റ് ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഇഗ്നോർ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്കൊക്കെ ഇനി സോഷ്യൽ മീഡിയ വേണ്ട മനുഷ്യരാണ് അല്ലേ. നമ്മൾ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഇനി മീഡിയയിലും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടവരാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു സൈബർ ബുള്ളിങ് വരുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഉള്ളിലേക്ക് കയറും, നമ്മുടെ ഇതിലേക്ക് കയറും. അല്ലാതിരിക്കാതെ നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം 3 days ആയിട്ട് നോൺ സ്റ്റോപ്പ് ഇത് വന്നപ്പോഴത്തേക്ക് എനിക്കത് സംസാരിക്കണം എന്ന് തോന്നി. അതിനോടൊപ്പം ത്രെഡ്സ് വന്നിട്ട് പോലും ഞാൻ പോയി നല്ല ലൈവിലിരുന്ന് സംസാരിച്ചു എന്നുള്ള കാര്യമാണ്. എന്ത് ഭീഷണിയാണ് വന്നത്? പലർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഉള്ള ത്രെറ്റുകൾ, അത് എനിക്ക് മാത്രമല്ല, അതിൽ എടുത്ത് സംസാരിച്ച പല കണ്ടസ്റ്റൻസിനും അത് പോയിട്ടുണ്ട്. എന്താണ് അവർ പറയാൻ ശ്രമിക്കുന്നത്? നാറ്റിച്ച് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ത്രെറ്റ്. ഇതിപ്പം ഞാൻ പേടിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ പോയി സംസാരിക്കില്ല, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് മറയ്ക്കാനും ഒളിക്കാനും ഇത് ചെയ്യാനും എനിക്കൊന്നുമില്ല. ഇന്ന് ഈ ന്യൂസ് 18 സംസാരിച്ചതിന് ശേഷമാണോ ഈ ഒരു ഭീഷണി വന്നേക്കണേ? അതിന് മുമ്പേയും വന്നു, ഇന്നലെ ഞാൻ അതിന് ശേഷവും എനിക്ക് രാത്രി ത്രെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ത്രെറ്റിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാളെങ്കിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്തെങ്കിലും നാളെ എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഇതിലേക്ക് പോകണം, മനസ്സിലായില്ലേ? ചോദ്യം ചെയ്യപ്പെടണം. ശോഭ, ഇതൊരു ഈ ജനറൽ സ്റ്റേറ്റ്മെന്റിലെ ചില ഡിസ്കഷൻസ് നടന്നു പോകുന്ന സമയത്ത് ഈ ജീവൻ നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഭീഷണിയിലേക്ക് വരാൻ മാത്രം ഇത് വലിപ്പമുള്ള വിഷയമാണ്. നഷ്ടപ്പെടുന്നത് മാത്രമല്ലല്ലോ, മനസ്സിലായില്ലേ? ഒരാളെ നശിപ്പിക്കണമെങ്കിൽ ജീവന്റെ ഇതിനെയും കാട്ടി ഒരു സ്ത്രീക്ക് എന്തായിരിക്കും എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ ക്യാരക്ടർ, അതൊക്കെയാണ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ്, അതൊക്കെയാണ് എനിക്ക് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈ ലൈഫ്. അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോന്ന് എന്നെ കൊല്ലുന്നു, അതിനെയും കാട്ടി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പം എവിടെയാണോ ഹിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മളെ തളർത്താൻ നോക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ധൈര്യമായിട്ട് തന്നെ ഞാൻ രജനീഷിന്റെ കണ്ണ് നോക്കി ഞാൻ സംസാരിക്കാൻ കാര്യം അതാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അതിനകത്ത് വിക്ടിമിനെ പറയേണ്ടതില്ല. നമുക്ക് അയാൾ സംസാരിക്കുന്ന സമയത്ത് വിക്ടിമിനെ പറയേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായോ ഇല്ലെങ്കിൽ പ്രോഗ്രസീവായോ നോക്കുമ്പോൾ കൾപ്രിറ്റ്സിനെ കാണിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടോ നമുക്ക് സംസാരിക്കാം. അതും പക്ഷെ അയാളുടെ ഇഷ്ടമാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇത് എതിർക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശോഭയ്ക്ക് മുൻ അനുഭവം ബിഗ് ബോസിനകത്ത് തെറ്റായിട്ട് അല്ലെങ്കിൽ ശോഭയ്ക്കെതിരായിട്ട് ഉണ്ടായതുകൊണ്ട് പേഴ്സണലി ആണോ ഇത് എടുത്തേക്കണേ എന്നുള്ളതാണ് എൻ്റെ സംശയം. പേഴ്സണലി ഞാൻ അത് എടുത്തിരുന്നെങ്കിൽ ഞാൻ അന്ന് കേസിന് പോയേനെ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ബിസിനസ്സിനെ അത് നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. പല രീതിയിലുള്ള എനിക്ക് എൻ്റെ ബിസിനസ്സിനെ, ഓൺലൈൻ ബിസിനസ്സിനെ അത് നല്ലോണം അത് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് വെച്ചിട്ട് ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കാതിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന്
എന്തെങ്കിലും ഒരു ബാഗേജ് ഉണ്ടെങ്കിൽ ആ ഷോയ്ക്കകത്ത് വെച്ച് വിട്ട് ജെനുവിൻലി ഞാൻ വിട്ട് കളഞ്ഞിട്ട് വന്ന ഒരാളാണ്. അതിനുശേഷം അഖിലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അഖിലിൻ്റെ വീട് പാലുകാച്ചൻ റീസെൻ്റ്ലി ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു ടോക്സിസിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ആടിപിടി കൂടുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു. സീസൺ 6 പോലും സീസൺ 5 വീഡിയോസും ക്ലിപ്പിങ്സും എപ്പിസോഡ്സ് ഇരുന്ന് കാണുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ കൂടുതലും. എന്നെ കാണുന്നവരൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു ബന്ധത്തിലിരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുമ്പോൾ അത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും. അത് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെപ്പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇമോഷണലി, അത് മെൻ്റലി, അത് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ വർക്കിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ ചെയ്യും. ചെയ്യാനുള്ള അവകാശം ഇല്ലേ? എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കണ്ടേ? എനിക്ക് വേണ്ടി ആരാണ് വന്ന് സംസാരിക്കാൻ പോകുന്നത്? എനിക്കും അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം സംസാരിച്ച പോലെ അഖിൽ അതുകൊണ്ടല്ലേ അഖിൽ സംസാരിച്ചത്. ബാക്കിയുള്ള ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റ് സ്ത്രീകളെ കരിവാരി തേച്ചുകൊണ്ടായിരിക്കരുത്. ഇത്തരം ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യത്തെ അല്ലേ? പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിൽ ഉന്നയിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചാണ്. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെ സപ്പോർട്ട് ചെയ്യാതെ എന്തിനാണ് നിങ്ങൾ മറ്റു വിഷയങ്ങളിൽ പിടിച്ചിട്ട് ഇത് പേഴ്സണൽ കാര്യമായിട്ട് എടുക്കുന്നത്? നിങ്ങൾ കൂടെ നിൽക്കേണ്ടതല്ലേ? നിൽക്കാൻ റെഡിയാണ്, അതാ ഞാൻ പറഞ്ഞത്, നിൽക്കാൻ റെഡിയാണ്. പക്ഷെ നമുക്ക് ക്ലാരിറ്റി, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന ക്ലാരിറ്റി. ആരൊക്കെയാണ് ആ കൾപ്രിറ്റ്സിന്റെ പേര് പറയാൻ എന്താണ് മടി? മനസ്സിലായില്ലേ? ഇപ്പം അറിയാമെന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പേടിയില്ല. ഒരു വർഷമായി, ഈ ഒരു വർഷമായിട്ട് ഈ കോൺട്രാക്റ്റ് തീരുന്നവരെ എന്തിനു വെയിറ്റ് ചെയ്തു? അതിന് മുമ്പേ ഇത് ഡിസ്കസ് ചെയ്യാമായിരുന്നു. ഈ സിബിന്റെ കേസ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് നേരത്തെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അതിനെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് പറഞ്ഞില്ല ഇത്രയും നാളായിട്ട്? എങ്കിൽ സീസൺ 6 കുട്ടികളെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി കുഡ് ഹാവ് സ്റ്റോപ്ഡ്, റൈറ്റ്? അതെന്തുകൊണ്ട് അത് ചെയ്തില്ല ഇത്രയും നാളായിട്ട്? അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിലൊരു ആക്ഷൻ എടുക്കപ്പെടുകയാണെങ്കിൽ പോലും എന്താണ് ഇത് പറയാനുള്ള ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും ലീഗലി നമുക്ക് ഫയൽ ചെയ്യാമല്ലോ. ഇതിപ്പോൾ അങ്ങനെ പോവേണ്ടതല്ല, ഒരു അവയർനെസ് എന്നുള്ള അർത്ഥത്തിലാണ് അഖിൽ പറഞ്ഞതെന്നുള്ളതാണ് ഒരു വാദം. അത് ഒരു അവയർനെസ് ആയി കരുതിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അവയർനെസ് ആകാം, അതാ ഞാൻ പറയാം. പക്ഷെ ആകുമ്പോൾ ഉള്ള മറുവശം നിങ്ങൾ നോക്കണം. മറുവശം എന്ന് പറയുന്നത്, ഇനി എത്ര കുട്ടികൾ, അതായത് ഇതിപ്പോൾ എല്ലാവരിലേക്കും അറിഞ്ഞു കഴിഞ്ഞു, എത്ര നല്ല വീട്ടിൽ നിന്നുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾ ഇനി വരും? ഇനി എത്ര സ്ട്രോങ് കണ്ടസ്റ്റൻസ് അടുത്ത ബിഗ് ബോസ് സീസണിലേക്ക് വരും? എത്ര ഫാമിലീസ് അതിനെ സപ്പോർട്ട് ചെയ്യും? എൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിലാണ്. പക്ഷെ എൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും, അതായത് മെയിൻലി ഇതാണ്, സൈബർ ബുള്ളിങ് ആയിരിക്കും എൻ്റെ ബ്രദർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടും പിന്നെ ഞാൻ ആ കേസ് നടന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അതിനെ യൂസ് ചെയ്യുകയും ചെയ്തു അവർ. അപ്പം ആ ഒരു ഇതൊക്കെ ഭയം, നിനക്ക് ഓൾറെഡി ഒരു നല്ല ഗുഡ് വിൽ ഉണ്ട്, നിനക്ക് ലൈക്ക് അത് വെച്ചിട്ട് നിനക്ക് നിൻ്റെ കാര്യം നോക്കി പോയിക്കൂടെ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ ബ്രദറിന്. പക്ഷെ ഞാൻ അതൊന്നും അല്ല, ഞാൻ എങ്ങനെയാണോ ഞാൻ ഒറിജിനലായിട്ട് നിന്ന് എന്നെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്താണ് എന്നെ 100 ദിവസം അവിടെ നിർത്തിയത്. നമ്മൾ കളിക്കില്ലെങ്കിൽ ആരും നമ്മൾ പോകാൻ പറ്റില്ല. ഒരാഴ്ച തന്നെ പോയിട്ട് ഞാൻ പെട്ടിയും പാക്ക് ചെയ്ത് ഈ പറഞ്ഞ 100 ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വരേണ്ട ആളാണ്. അത് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ വോട്ടിംഗ് ഉണ്ട് അവിടെ. നമ്മൾ കളിക്കുന്ന, യു ഹാവ് സീൻ മൈ ലൈക്ക് വാട്ട് എവർ ഐ ഹവ് ഡൺ ദെയർ, റൈറ്റ്? ഒരു എൻ്റർടൈൻ എന്നുള്ള രീതിയിലാണെങ്കിലും ടാസ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ 101% ഞാൻ അവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ അതുപോലെ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അവിടെ പോയതും ഈ പറഞ്ഞ പോലെ മണിയോ ഓർ ഫെയിം എന്നുള്ളൊരു കാര്യമില്ല. എന്നെ പോലെ തന്നെയായിരിക്കും ഒരുപാട് സ്ത്രീകൾ, ഇപ്പം നാദറെ പോലുള്ളവർ അവിടെ വരുന്നത് മണി ഓർ ഫെയിം, നോട്ട് ജസ്റ്റ് ഫോർ ദാറ്റ്. ചിലപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുമായിരിക്കും. അതിനെയും കാട്ടി അവൾ അവിടെ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഒരു ഓഡിയൻസിലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റീനെ കുറിച്ചുള്ളൊരു ചിന്താഗതി തന്നെ അവൾ മാറ്റിക്കളഞ്ഞു, ഇമേജ് മാറ്റിക്കളഞ്ഞില്ലേ? അല്ലേ? എത്ര പേർക്ക്, എനിക്ക് തന്നെ അറിയാന്നുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത്, ഇങ്ങനെയും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈക്ക് ജ്ഞാനമുള്ള, അല്ലെങ്കിൽ അത് അവളുടെ പ്രായത്തിൻ്റെ അല്ല അവൾ കാണിക്കുന്ന മെച്യൂരിറ്റി അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടുകാർക്ക് അക്സെപ്റ്റൻസ് കിട്ടി. അതിലൂടെ നമ്മൾ സമൂഹത്തിന് എന്താണ് നമ്മൾ പറയുന്നത്, ഇങ്ങനത്തെ ഇവരുണ്ടെങ്കിൽ അവർ പുറത്ത് വരും, വെൻ ദേ കം ഔട്ട്, ഫാമിലി ഷുഡ് സപ്പോർട്ട്. കഴിഞ്ഞ ബിഗ് ബോസിന്റെ ഏറ്റവും നല്ല പോയിന്റും അതായിരുന്നു. ആണ് നാദിറയുടെ കേസ് പോലെ എന്റേതാണെങ്കിലും ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഞാൻ എത്ര കുട്ടികളുടെ സ്റ്റോറിയാണ് ഞാൻ പറയേണ്ടത്?
ഇപ്പം ഞാൻ സംസാരിച്ച ഒരുപാട് പേര് എൻ്റെ കൂടെ നിന്ന് സംസാരിക്കും. 3 മാസം അവർ വെയിറ്റ് ചെയ്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവർ സൂയിസൈഡൽ ഒരു ഇതിലേക്ക് നിന്ന കുട്ടികൾ എത്ര പേര് പിടിച്ചു നിന്നിട്ടുണ്ടെന്നറിയോ? ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അവർ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും എനിക്ക് ആ ഒരു ടോക്സിക് മാരേജിൽ നിന്ന് പുറത്തിറങ്ങുകയും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഒരുപാട് സ്ത്രീകൾ അതിലേക്കും ബിസിനസ്സിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് ആകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പേരുടെ അവസരമാണ് നമ്മളത് ഇതാക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, എല്ലാം ശരിയാണ്. പക്ഷെ അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് അത് ഫോക്കസ്. മനസ്സിലായില്ലേ? പക്ഷെ ആ വിക്ടിമിനെ നമുക്ക് തൽക്കാലം പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഈ ആരോപണം പറയുന്ന ആൾക്കാരുടെ പേര് പറയാം. അത് ഓക്കെ. ഇത് ചില ക്ലാരിറ്റീസ് വരുത്തേണ്ടത്. അപ്പോൾ ശോഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ പല തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ശമ്പളത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചുള്ള സംസാരമാണ്. അപ്പോൾ അഖിലിന് ശമ്പളം കുറവായിരുന്നു, പക്ഷെ അത്രയും പോലും മുഖം പരിചയമില്ലാത്തവർക്ക് പെണ്ണുങ്ങൾക്ക് ശമ്പളം കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മുൻപേ തന്നെ ഉള്ള കാര്യമല്ലേ? അതെന്തൊരു ഫൂളിഷ് ഒരു അക്വിസിഷൻ എന്നാണ് എനിക്ക്. ഇന്നലെ അതിനുള്ള നല്ലൊരു ചുട്ട മറുപടി ഇന്നലെ സാബുചേട്ടൻ തന്നെ ലൈവില് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പം സീസൺ 1 അല്ല, സീസൺ 5 ആണ് അഖിൽ മാരാർ വന്നിരുന്നത്, ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പം ഒരാൾക്ക് ഇപ്പം കൂടുതൽ സാലറിയാണ്, മറ്റാൾക്ക് കുറവാണ്. ഇതെല്ലാം എന്താണ് നിശ്ചയിക്കുന്നത്? 2 കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇതായിട്ട് പോവാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്ന് നമ്മൾ പോവാണ്. അത് മേ ബി ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് റീസൺസ്. ഒന്ന് മേ ബി നമ്മളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ട് ദേ മൈറ്റ് ഇൻവൈറ്റ് അസ്, ദേ വാണ്ട് അസ് ഇൻ ദ ഷോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ട് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കണം, ഇതുണ്ടെങ്കിലേ നമ്മൾ വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ പവർ കൂടുതലാണ് അവിടെ. അതേസമയം മറ്റൊരു വ്യക്തി വേറെ ഒരു ജോലിയും ഇല്ല, ലൈക്ക് എനിക്കിതിൽ പോയേ പറ്റുള്ളൂ, എനിക്ക് ഫെയിമും മണി ഇല്ലെങ്കിലും എനിക്ക് ഫെയിം വേണം, എന്നെ 4 പേര് അറിയപ്പെടണം, എനിക്ക് പ്രൂവ് ചെയ്യണം, വോട്ട് എവർ റീസൺ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു നെഗോസിയേഷൻ പവർ ഇല്ല എന്നുള്ള കാര്യമാണ്. അവിടെ ചാനലിനും ആ ഒരു സ്ഥാപനത്തിനും, ഈ പറഞ്ഞ എൻ്റെ മോൾ ഷൈൻ ആണെങ്കിലും ഏഷ്യാനെറ്റിനുമാണ് അതിൻ്റെ പവർ. ഇവിടെ എന്ന് പറയാൻ നേരെ തിരിച്ചാണ്. എന്നിട്ട് പോലും ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയതിന് ശേഷം ഇപ്പം ജുനൈസിനാണെങ്കിലും വേറെ പലർക്കും എന്നെയും കാട്ടി കൂടുതൽ സാലറി, ഇപ്പം ഇത് ഉദ്ദേശിച്ച് പറഞ്ഞ എന്നെയാണോന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ്. എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മണി ആൻഡ് ഫെയിമിന് വേണ്ടിയിട്ടാണ് എനിക്ക് അപ്പോഴേ പോകാമായിരുന്നു. അത് പോവാതെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനേയും കാട്ടി കൂടുതൽ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. എൻ്റെ സ്റ്റോറി, എനിക്ക് എന്താണോ സംഭവിച്ചത് അതിനി ആർക്കും വരാതിരിക്കട്ടെ, അത് എല്ലാവരും അറിയണം. ഞാൻ എന്താണ് ഗോ ത്രൂ ചെയ്തത്, ഇങ്ങനെ ഒരു സംഭവം ഇനിയും വരാം, അത് പെടാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗൈഡായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് എല്ലാവരിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയത്. അപ്പൊ ഞാൻ ആ ഒരു എന്ത് റെസ്പെക്റ്റോടെയാണ് പോയത്, അതിനെക്കാട്ടി കൂടുതൽ റെസ്പെക്റ്റോട് കൂടി ഇറങ്ങി. എല്ലാ ഇന്റർവ്യൂസിലും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു മേക്ക് ഓർ ബ്രേക്ക് ആണ്. ഒന്നീ നിങ്ങളത് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്യാം, അല്ലെ? പക്ഷെ നമ്മുടെ സീസണിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല ഓഡിയൻസിനെ, ഒരു ക്വാളിറ്റി ഓഡിയൻസിനെ നമുക്ക് ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യമാണ്, ഇൻക്ലൂഡിങ് എനിക്ക്. മനസ്സിലായില്ലേ? അത് നല്ലൊരു പേരോട് കൂടിയാണ് ഞാൻ പുറത്തിറങ്ങിയത്. എന്തൊക്കെ ഫൈറ്റ് അവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈവൻ സീസൺ നോക്കിയാൽ തന്നെ നമ്മൾ നല്ലൊരു മെസ്സേജ്, അതായത് ഫ്രണ്ട്ഷിപ്പ്, ലവ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടും ഞാൻ സീസണിനകത്ത് നിന്ന സമയത്ത് മറ്റു പലർക്കും എന്നെക്കാട്ടി കൂടുതൽ സാലറി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തൊരു മണ്ടിയാണ്, ഞാൻ എന്താ ഞാൻ എന്തുകൊണ്ട് ബിക്കോസ് ഞാൻ ചോദിച്ചതല്ല എനിക്ക് തന്നത്, അതിന്റെ പകുതിയാണ്. ബിക്കോസ് ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡെഫിനറ്റ്ലി നോക്കും. എനിക്കൊരു ബിസിനസ്സും എൻ്റെ ഒരു ഇതും, എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി ഡിസൈനറാണ്, അതുപോലെ തന്നെ ഞാനൊരു സോഷ്യൽ ഓൺട്രപ്രനറും ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റാണ്. അതിനെയും കാട്ടി കൂടുതൽ എൻ്റെ ഒരു ഫൈറ്റ്, അതായത് നാഷണൽ ടെലിവിഷനിൽ വന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ഫീനിക്സിനെ പോലെ, അല്ലെങ്കിൽ ഈവൻ ഏഷ്യാനെറ്റ് പോലും ഇപ്പം ജുനൈസിന് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
എന്താ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ എന്നൊരു ടാഗ് കൊടുത്ത് കയറ്റിയതുപോലെ തന്നെ എന്നെയും അതുപോലെ ഞാനല്ല ഈ അയൺ ലേഡി അല്ലെങ്കിൽ ധീര വനിത എന്നുള്ള ഒരു ഇത് എനിക്ക് ഏഷ്യാനെറ്റ് ആ ഒരു ചാനലും ആ ഒരു പ്രോഗ്രാമും എനിക്ക് തന്ന് ആ ഒരു പട്ടം തന്നാണ് എന്നെ അതിനകത്ത് കയറ്റി വിടുന്നത് അല്ലെ, ആ ഒരു റെസ്പെക്റ്റോട് കൂടി. അപ്പം ദേ വാണ്ടഡ് മീ ഇൻ ദ ഷോ, മനസ്സിലായി? അതൊരു മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് എന്നെ അതിനകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പം അതിൽ നെഗോസിയേഷൻ പവർ എനിക്കുണ്ടാവും. അതിന് ഒരിക്കലും ഞാൻ ഇപ്പം അകത്ത് കയറിയപ്പോഴത്തേക്ക് ജുനൈസിന് കൂടുതലാണ് കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജുനൈസിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ പോവോ, പുറത്തിറങ്ങിയിട്ട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ചാനലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അല്ല ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ പോവാതിരിക്കാമായിരുന്നു. ഇപ്പൊ ഈ കുറച്ച് കിട്ടിയെന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിനു പോയി? അതിനെക്കാട്ടി പുറത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് പ്രതികരിക്കുന്ന സമയത്ത് ശോഭ വന്നിട്ട് ഇതേപോലെ ഒരു ഇന്റർവ്യൂ തരുമ്പോൾ ശോഭയെ കുറിച്ചായിരിക്കാം പറഞ്ഞു വന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ? അങ്ങനെ ഒരു പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ല. ബിക്കോസ് എനിക്ക് ഓപ്പൺലി എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് സംഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാണ്, എനിക്ക് തോന്നുന്നില്ല എൻ്റെ സീസണിലെ ഒരു വനിതയ്ക്കോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് അങ്ങനത്തെ ഒരു എന്താ ഫിനാൻഷ്യൽ ഇടപാടുകളോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലെ ഒരു ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അറിവിൽ ഇല്ല. അത് അപ്പം എനിക്ക് ഓപ്പൺലി പറയാം, മനസ്സിലായില്ലേ? ഇത് അതിനെ ചാലഞ്ച് ചെയ്ത് വേണമെങ്കിലും എനിക്ക് പറയാം. ദാറ്റ് അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിൽ പൊക്കോട്ടെ, ഞാൻ അതിന് റെഡിയാണ്. ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന് എനിക്കറിയാം. ഇത് പുറത്തും അകത്തുമായിട്ട് പലതരത്തിലുള്ള കോർഡിനേഷൻ ഈ കണ്ടസ്റ്റൻസ് നടത്തുന്നുണ്ട്. കാരണം ഷോ ആദ്യമായിട്ടുള്ള കാണുന്നത് വലിയൊരു റെമ്യൂണറേഷൻ കിട്ടും, അതെ, ഒരു പ്രൈസ് മണി ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള PR വർക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി PR ടീമുകളൊക്കെ ആക്റ്റീവാണ് ആ സമയത്ത്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ സമയത്തൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അതുവരെ സംസാരിക്കാത്തവർ പോലും സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ റെസ്പോൺസ് ഉണ്ടാവുക. അത് സ്വാഭാവികമായും ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാക്കിയും എടുക്കാം. ഇതൊക്കെ നമ്മൾ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നിൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ശതമാനം ചോദിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ടാവില്ല എന്നാ ചോദിക്കണേ. അതെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ്, അതായത് സൈബർ ബുള്ളിങ് എനിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ തിരിച്ചടിക്കാൻ ആൾക്കാർ പുറത്തുണ്ടായേനെ. പക്ഷേ ഇതെല്ലാം ഒരുപാട് ഞാൻ 24 കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അത്രമാത്രം എനിക്ക് ബുള്ളിങ് ആണ് എനിക്ക് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ പലർക്കും ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ജുനൈസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും എൻ്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ അഖിൽ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ ആണെങ്കിലും അതൊക്കെ ഒരു എന്താ ഒരു ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു മാച്ച് ഫിക്സിങ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ കയറി വന്നതിന് ബിക്കോസ് അറിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതല്ല ഇത്, അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അകത്ത് വന്നിട്ട് ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്, ടോം ആൻഡ് ജെറി ഹിറ്റാണ്. അപ്പം അതിനകത്ത് വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന അഖിൽ അല്ല രണ്ടാമത്തെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അതുവരെ ദേഷ്യപ്പെട്ട ഒരു ആംഗ്രി മാൻ ആയിരുന്ന ഒരു വേർഷനിൽ നിന്ന് മാറി കുറച്ചും കൂടെ എന്റർടൈനിങ് ആയി. എന്നാൽ ടാസ്കുകളിൽ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമില്ല. ഒരുപാട് തവണ നമുക്ക് തന്നെ എടുത്തു നോക്കിയാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല, കപ്പ് മാരാരെ തന്നെ തൂക്കും എന്നുള്ളൊരു ഡയലോഗ് എത്രയോ. അപ്പം അതായത് എല്ലാം ഉറപ്പിച്ചിട്ട് അകത്തേക്ക് കയറിയതുപോലൊരു ഇതാണ്. മാത്രമല്ല എൻ്റെ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മാത്രം പറഞ്ഞതല്ല, എനിക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അതിൽ താഴെ പോകും എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി നിന്നപ്പോൾ ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ആ ഒരു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പ്രേക്ഷകർ അതാണ് വിധി എങ്കിൽ എന്നാൽ പോലും ഡിസ്കഷൻ മുഴുവനും ഇത് തന്നെയായിരുന്നു. ഈവൻ എല്ലാ ഇന്റർവ്യൂസിലും അതർ കണ്ടസ്റ്റൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചോദ്യവും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സെക്കൻഡ് എങ്കിലും കിട്ടേണ്ടിരുന്നത് താഴെ പോയത്, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചോദിക്കേണ്ടി വരും. ഈ റെമ്യൂണറേഷൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചു, അതിനിടയ്ക്കാണ് ശോഭ ഈ കാര്യം പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഈ ശോഭ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ അഖിൽ പുറത്തു പോയി, അതായത് അവിടെ നിന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തു പോയിട്ട് ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അയാൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ്. അതിൻ്റെ അർത്ഥം അഖിൽ പറയുന്ന വാദങ്ങളെ ന്യായീകരിക്കലാണ് ഇപ്പോൾ ശോഭ നടത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ മാനിപ്പുലേഷന് സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെമ്യൂണറേഷൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ശതമാനം ചോദിക്കാനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ചോദിക്കാനോ ഉള്ളൊരു സാധ്യതയുണ്ട്. അത്
അവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ബിക്കോസ് ഇത്രയും ഒരു 5 സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു സപ്പോർട്ട് ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവില്ല. ബിക്കോസ് ഇത് പല പല ഇൻസിഡൻറ്റ് എടുത്താൽ തന്നെ അറിയാം. ഇപ്പോൾ റോബിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ. എന്തുകൊണ്ട് ജുനൈസിൻ്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല? എൻ്റെ കേസിൽ വനിതാ കമ്മീഷൻ വരെ കേസ് എടുക്കാനിരുന്ന റെഡിയായിരുന്ന സമയത്ത് റനീഷയുടെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാൻ നോക്കി, അല്ലെങ്കിൽ എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിനൊരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നില്ലേ? അന്ന് ശരിക്കും കൊണ്ടുവന്നു. സംഭവിച്ചത് പക്ഷെ എന്താണ്, അന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. പുള്ളിക്കാരൻ അതിനകത്തുള്ള കാര്യമല്ല എടുത്ത് പറഞ്ഞത്. പുറത്ത് പറ്റിച്ചും സുഖിപ്പിച്ചും ജീവിക്കുന്ന ഒരു വനിതയാണ്, നിങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു കമ്മ്യൂണിറ്റീനെയും കൂടിയാണ് അത് ബാധിച്ചത്. ബിസിനസ്സുമായിട്ട് ബാധിച്ചു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫോമേഷൻ മാത്രമല്ല കോമ്പൻസേഷൻ ചോദിക്കണം. ബിക്കോസ് എനിക്ക് ഇതും നഷ്ടം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ ക്ഷമിച്ച ശോഭ ഫ്രണ്ട്ഷിപ്പിന്റെ സന്ദേശമാണെന്ന് ശോഭ തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ സീസൺ അവിടെ ക്ഷമിക്കുകയും പുറത്തിറങ്ങുമ്പോൾ അതും മനോഹരമായിട്ട് അകത്ത് തന്നെ വെച്ചിട്ട് ഹഗ് ചെയ്തൊക്കെ മഞ്ഞുരുകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും പിന്നെ കുറച്ചൊരു കളിതമാശകളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ പുറത്ത് ഇതേപോലെ അഖിലിന്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അത് ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനകത്ത് എവിടെയൊക്കെയോ ക്ഷമിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ശോഭയ്ക്കുള്ളിലുള്ളതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നി എന്താണെന്നറിയോ? ബിക്കോസ് അഖിലിന്റെ ഒരു വാചകമാണ് ഞാൻ ഇത് പറയാൻ കാര്യം. അഖിലിനെ അരഞ്ചാം നോക്കിയിട്ട് ഏഷ്യാനെറ്റ് നോക്കിയിട്ട് തൂക്കിക്കളയാൻ പറ്റിയിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ അങ്ങനെ തൂക്കി കളയാൻ പറ്റാത്ത ഒരാളാണോ, ഒരു കണ്ടസ്റ്റന്റ് ആണോ? വേണമായിരുന്നെങ്കിൽ ഇത്രയും ഒരു 4 വിഷയം മധുവിന്റെ തുടങ്ങി ഈ പറഞ്ഞ ലാസ്റ്റ് ഹെൽത്ത് ഇഷ്യൂ വന്നത് വരെ ഇത്രയും ഇഷ്യൂവിൽ തൂക്കിക്കളയാൻ പറ്റാത്ത അവസരമായിരുന്നു അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്യൂവിലാണെങ്കിൽ പോലും ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലെ മാനസികാവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. ഹൗസിനകത്ത് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അയാളോട് ക്ഷമിച്ചത് ശോഭ കൂടിയല്ലേ? ആണ്. പക്ഷെ എന്നെ ആ ഒരു പ്രഷറിൽ വന്നിട്ട് തന്നെയാണ് എനിക്കത് ചെയ്യേണ്ടി വരികയായിരുന്നു. ആ സാഹചര്യത്തിൽ ചാനൽ കുറച്ചും കൂടി എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് കേസ് എടുക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അത് മാറ്റി എല്ലാവരും കൂടി അങ്ങനെ ഒരു കോർണർ ചെയ്ത് അങ്ങനെ ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാക്കി പുള്ളിക്കാരൻ ക്ഷമിക്കാനും റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്താ പറയുക, ഒരു അവസരം കൂടെ കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്കായി, ക്ഷമിക്കുക എന്നുള്ളൊരു പോയിന്റിലേക്കായി. ഇപ്പം ഞാനും വിചാരിച്ചപ്പോൾ ഒരു ഒബ്വിയസ്ലി ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കാരണം പുറത്ത് നാളെ പോണ്ട, ഒരു അവസരം കൂടെ കൊടുത്തൂടെ, ഞാനും വീണ്ടും ചിന്തിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഒബ്വിയസ്ലി എന്നെ അത് ഭയങ്കരമായിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഫ്രണ്ടും ഫാമിലി റൗണ്ടിൽ വന്നപ്പോഴാണ് അത് ബിസിനസ്സിനെയും കൂടി ഭയങ്കര രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ എന്താ പറയുക, അതിനെക്കുറിച്ച് ഇപ്പം ഞാനത് സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സപ്പോർട്ട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് കൂടെ നിന്നത് അഖിലിന്റെ കൂടെയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ എടുത്ത് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമേ അല്ല. അന്ന് ക്ഷമിച്ച അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ക്ഷമിക്കാൻ കഴിഞ്ഞ ശോഭയെ ഇപ്പൊ എന്താണ് ട്രിഗർ ചെയ്തിരിക്കുന്നത്? ഇത് ഈ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, അഖിലിനെ എടുത്ത് തൂക്കി മാക്സിമം ശ്രമിച്ചതാണ് ഷോയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പിടിച്ചു നിന്നു എന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കളഞ്ഞേനെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റവസരങ്ങൾ കോംപ്രമൈസ് ചെയ്താണ് വിട്ടത്. എൻ്റെ കാര്യം വിട്ടേക്കൂ. ഇതുപോലെ ഞാൻ പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ടാസ്കിൻ്റെ ഇടയിൽ ഗെയിംസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാവ ടാസ്കിൻ്റെ സമയത്ത് സാഗർ ചെയ്ത ഒരു കാര്യത്തിന് കിട്ടിയത് എനിക്കും സെറീനയ്ക്കുമാണ്. എൻ്റെ കയ്യിൽ സ്വെല്ലിങ്ങും നീരും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. ബിക്കോസ് അതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ പാർട്ടായിട്ടാണ്. പക്ഷെ അത് തന്നെയാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ട് അഖിൽ ചെയ്തതും. അതായത് ഒരു ഇതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തപ്പോൾ കൊണ്ടത് മറ്റുള്ളവർക്കാണ്. മനസ്സിലായില്ലേ?
ഇന്നസെൻ്റ് ആയിട്ടുള്ള സെറീനയും എന്നെയും പോലെയുള്ള ലൈക്ക് ആ ഗെയിമിൽ ഞങ്ങൾക്ക് കൊണ്ടതുപോലെ തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ ഈ പറഞ്ഞ നമ്മുടെ കണ്ടസ്റ്റൻസിന് വിമൻ കണ്ടസ്റ്റൻസിന് എല്ലാരെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷേ ആ ജനറൽ സ്റ്റേറ്റ്മെന്റിന് ശേഷം അഖിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാവരും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, ഇത് നിങ്ങളാരും വന്നിട്ട് ഇതിങ്ങനെ ആവേണ്ട കാര്യമില്ല, നിങ്ങളാരും പ്രതികരിക്കേണ്ട കാര്യമില്ല, അപ്പോൾ നിങ്ങൾ അതിനകത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. ഈ പറഞ്ഞ പോലെ തിരുത്തി പറച്ചിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ബിഗ് ബോസിനകത്തും പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. വെള്ളപൂശലും വളച്ചൊടിക്കലും അത് സ്ഥിരമായിട്ടുള്ളതാണ്. ആദ്യത്തെ വീഡിയോയിൽ പോസിറ്റീവ് കാര്യം അതാണ് ആദ്യത്തെ. പക്ഷെ അപ്പോഴത്തേക്ക് ഡാമേജ് കഴിഞ്ഞല്ലോ അല്ലേ, വന്നു കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ കേട്ടതും നമുക്ക് എഗെയിൻസ്റ്റ് വന്നതും നമ്മുടെ ഓരോ ബ്രാൻഡ്സിന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ അണ്ടറിൽ വന്ന് ഈ പറഞ്ഞ വൾഗർ കമൻസും സ്ലട്ട് ഷെയ്മിങ്ങും ഹറാസ്മെന്റും നമ്മൾ അത്രയും സമയം നമ്മൾ അനുഭവിച്ചില്ലേ. അത് അഖിലല്ലോ, അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി കാരണമല്ലേ ഇത്രയും ഫെലോ കണ്ടസ്റ്റൻസിന് അത് അനുഭവിക്കേണ്ടി വന്നതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് അനുഭവിക്കും, ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? എത്ര അല്ലാന്ന് ഇപ്പൊ തന്നെ മാറ്റി 3-4 വീഡിയോ കഴിഞ്ഞ് അവസാനം പറയുന്നു സീസൺ 5 ഒരു കണ്ടസ്റ്റൻസിനെയും പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, അങ്ങനെ വന്നിട്ടില്ല 100%, അങ്ങനെ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് ഈ വന്നതും നമ്മൾ ആ സമയത്ത് അനുഭവിച്ച ട്രോമയും അത് മാറ്റാൻ പറ്റുമോ? ഇനിയും ആൾക്കാർ പറയും. ഇനി അടുത്ത് നമ്മളൊരു എന്താ പറയുക, അടുത്തിനി അൾട്ടിമേറ്റ് വരാം, അല്ലെങ്കിൽ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചിലപ്പം ഈ സീസൺ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾക്ക് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിൽക്കുമ്പോൾ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്തിനി അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇൻ കേസ് നമ്മളെ വിളിച്ചാൽ പോലും അവർ പറയില്ലേ വേറൊരു അർത്ഥത്തോടെയാണ്. നേരത്തെ ഒരു ചെക്ക് വെക്കുന്നത് പോലെയാണത്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സീസൺ 1 വർഷത്തേക്കാണ് മാക്സിമം അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലേ, ഒരുവിധം. ഇപ്പം നമുക്ക് മനസ്സിലായി, ഇപ്പം ഏത് കണ്ടസ്റ്റൻസ് എടുത്താലും അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അടുത്ത ഹീറോസും അടുത്ത ഷീറോസും അടുത്ത ഒരു പറ്റം ആൾക്കാർക്കായിരിക്കും ആ ഒരു ഫോക്കസും അറ്റൻഷനും പോകുന്നത്. അപ്പം ഈ ഒരു വർഷം കഴിയാറായി. അപ്പം അതൊരു ചെറിയൊരു പബ്ലിസിറ്റിക്കോ വട്ടെവർ അത് നീഡ്സോ മോണിറ്റൈസ് ഇതൊക്കെ ഇന്ന് ഇൻ്റർവ്യൂ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ഒരു ലൈവ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ചാനലിന് തന്നെ ന്യൂസ് ചാനലിന് തന്നെ ഞാൻ പോയി പറഞ്ഞത്. ബിക്കോസ് എനിക്കിത് വിറ്റ് ഒരു മോണിറ്റൈസ് ചെയ്ത് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഒരു 5 രൂപ പോലും മേടിക്കാതെ തന്നെയാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ബിക്കോസ് എൻ്റെ കമ്മ്യൂണിറ്റീനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ടും ഞാൻ ശബ്ദിക്കുന്നുണ്ട്. എനിക്ക് എന്നെ പോലുള്ളവർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ അഖിൽ പറഞ്ഞ പോലെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. ഞാൻ ആ 2 പേർക്കും എന്ന് വെച്ചാൽ മറ്റേ കുട്ടീനെ എനിക്ക് കിട്ടിയിട്ടില്ല, അതിലൊരു കുട്ടീനെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണോ ആ കുട്ടിക്ക് ഹെൽപ്പ് വേണ്ടത്, എൻ്റെ വരെ അത് നിൽക്കും എന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം. പക്ഷെ അങ്ങനെ മുമ്പോട്ട് വരാൻ റെഡിയല്ല. സെബിൻ അഖിലിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചതിന്, സെബിനെ പറ്റിയിട്ട് സംസാരിച്ചതിനോ അല്ലെങ്കിൽ എന്താണോ അഖിൽ ഉയർത്താൻ ശ്രമിച്ച കാര്യത്തിന് ഒരു സപ്പോർട്ട് കിട്ടും പോലെയാണ് സെബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമൻറ്റ് വന്നത്. സെബിൻ പലതും ഇനിയും വെളിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ സെബിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഞാൻ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിട്ട് ആ മനുഷ്യൻ മാറുന്നു, ഒരു സ്ഥലത്ത് പോയിരുന്ന് കരയുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നിയ അവസ്ഥകളിലൂടെയൊക്കെ വന്നിട്ട്, കാരണം നല്ല ഫയറോടുകൂടി കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സെബിൻ്റെ ഒരു മാറ്റം ആക്ച്വലി അതിനകത്തൊരു സ്വാഭാവികമായി സംഭവിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് സെബിനാണെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് ഇതിനെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ചൊരു കമൻറ്റ് അഖിൽ ഇട്ടിരിക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ മെഡിസിൻ കൊടുത്തിട്ട് അയാളെ ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് വളരെ ഷോക്കിംഗ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബിഗ് ബോസിനകത്ത് നിന്നവർക്ക് അറിയാൻ പറ്റും ബിഗ് ബോസിനെ കുറിച്ച്. അതിലെന്താണ് അഭിപ്രായം? എൻ്റെ സീസണിനെ പറ്റി ഞാൻ പറയാം. അങ്ങനെ ഒരു മെഡിസിൻ പോലും പ്രോപ്പർ ഒരു ഇതില്ലാതെ ഞങ്ങൾക്ക് തരാറില്ല. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന മെഡിസിൻ പോലും ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അവരതിനകത്ത് കയറ്റത്തുമില്ല. അപ്പം അങ്ങനത്തെ കുറേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ, ഞാൻ പറഞ്ഞില്ല ഈ ഇൻ്റർവ്യൂ മുതൽ, അതായത് ട്രാൻസ്പെറൻസി, അതായത് അത്രയ്ക്ക് പ്രൊഫഷണലിസം ഞാൻ കണ്ടതിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആണെങ്കിലും ഇതുപോലെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്നാണ് 8-10 ആൾക്കാർ ഇൻക്ലൂഡിങ് വിമൻ അടങ്ങുന്ന പാനലിസ്റ്റുകളാണ്. അതിനകത്ത് നല്ല രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമ്മളെ ഇത് ചെയ്ത് മാക്സിമം നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഫിൽട്ടർ ചെയ്ത്. എത്ര സെലിബ്രിറ്റി ആണെങ്കിൽ പോലും
ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ്, പ്രോസസ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈവൻ മെഡിസിൻ്റെ കാര്യം പോലും, അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് മാക്സിമം അവർ നോക്കും, അവിടെ തന്നെ അത് നമ്മൾ ക്യൂർ ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവണമെങ്കിൽ അവർക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ബിക്കോസ് സിബിൻ്റെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് കാരണമായിരിക്കും. ഞാൻ അത് കണ്ടതാണ്. അതിനകത്ത് എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാൻ പലരെ അടിക്കും എന്നൊക്കെയുള്ള പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊണ്ടായിരിക്കാം മെഡിക്കൽ കൺഫ്യൂഷൻ റൂമിൽ പോയ സിബിന്റെ ആവശ്യപ്രകാരമായിരിക്കും പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതും. അതുപോലെ സിബിൻ പറഞ്ഞത് ഓൺലൈൻ വന്ന് ഒരാൾ സൈക്കോളജിസ്റ്റോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അവൻ മെഡിസിൻ കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പം അതിനകത്ത് കഴിപ്പിച്ചിട്ടല്ല അതിനകത്തോട്ട് വിട്ടത്. അതൊരു റോങ്. ആരെങ്കിലും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ കഴിച്ചിട്ടില്ല, മെഡിസിൻ കഴിച്ചിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് അവനോട് തന്നെ ചോദിച്ചറിയണം. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം പ്രതികരിച്ച ഒരു ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചാൽ, നോർമലി തന്നെ ഷോയിൽ തുടരണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നോർമലി തന്നെ അങ്ങനെ ഷോയിൽ തുടരണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് അവർ അൺഫെയർ ആയിട്ട് പുറത്താക്കിയെന്നുള്ള ഒരു വാദത്തിലാണ് സിബിൻ നിൽക്കുന്നത്. എനിക്ക് സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 10 to 18 years ആയിട്ട് എനിക്ക് സിബിനെ അറിയാം. കൊറിയോഗ്രാഫറായ സജനാത്തയുടെ ടീമിൽ ഉണ്ടായിരുന്ന കാലം, ബിക്കോസ് ട്രിവാൻഡ്രത്താണല്ലോ. അപ്പം അന്ത്യകാലം മുതലേ എനിക്ക് സിബിനെ അറിയാം. ഭയങ്കര വൈബ്രന്റ് സ്മാർട്ടായിട്ടുള്ള ഒരു യങ് ഫെലോ തന്നെയാണ്. അപ്പം ഇതിലേക്ക് വന്നപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് അതും ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ഫുൾ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ ജിൻഡോനും ജാൻമണിക്കാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് കുറേ പേര്, അർജുൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പൂജ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറേ പേര്, ജാസ്മിൻ പോലും ലൈക്ക് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് അതിനകത്ത്. അപ്പം അതുപോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് കയറി വന്ന് ആ ലെവലിൽ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ റിയാസിന്റെ സീസണിൽ റിയാസ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഒരു മാർക്ക് ഇട്ട ഒരാളാണ്. അപ്പം അതുപോലെ തന്നെ മാർക്ക് ഇടാനുള്ളൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ, ഗെയിമർ തന്നെയായിരുന്നു. അത് ഇങ്ങനെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബാഡായിട്ട് തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് വാട്ട് എവർ റീസൺ, അത് ജെനുവിൻ ആയിട്ടുള്ളൊരു റീസൺ കൊണ്ടാണ് പോയെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ആണെങ്കിൽ അതൊരു അൺഫെയർ തന്നെയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അപ്പം അതിൽ അന്വേഷിക്കണം അതും എന്താണെന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ നിങ്ങളിപ്പോൾ പിന്തുണച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷം ഏഷ്യാനെറ്റിനെ എതിർത്ത് നിൽക്കുന്നവരുടെ പക്ഷത്തുള്ളവരാണ്. ഇങ്ങനെ രണ്ട് പക്ഷമായിട്ടാണോ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്? അത് ഇതിൻ്റെ ശരിക്കുള്ള ഫോക്കസ് പോയിന്റിലേക്ക് നമ്മൾ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കലാണോ വേണ്ടത്? ഇപ്പോൾ ശോഭ തന്നെ ടെലിവിഷനിലിരുന്ന് സംസാരിക്കുമ്പോൾ സ്കാറ്റേഡ് ആയിട്ടാണ് ശോഭ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വിഷയത്തെ ഫോക്കസ് ചെയ്യാതെ ശോഭയ്ക്ക് ശോഭയുടേതായ സീസണിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടെ പറയാൻ അതിനൊരു വേദിയായിട്ട് കൂടി ആ ടെലിവിഷനിൽ ഇപ്പോൾ ന്യൂസ് 18 സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാം. അതായത് ഞാനിത് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പം കുറേ ആക്വിസിഷൻസ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പല മീഡിയയിൽ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് പറയണം, അതല്ല സംഭവിച്ചത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഉള്ളിൽ അത് കയറി. ഒബ്വിയസ്ലി നമ്മൾ അതെല്ലാം വിട്ടിട്ട് കളഞ്ഞിട്ട് ഒരു വർഷമായിട്ട് നമ്മൾ പീസ്ഫുള്ളി ഈ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഈ കിട്ടിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിമിനെയും കാട്ടിയൊരു സ്നേഹമാണ്. ഇപ്പൊ എവിടെ പുറത്ത് പോയാലും ആൾക്കാരുടെ ഒരു റെക്കഗ്നിഷൻ, സ്നേഹമാണ്. ഞാൻ പറഞ്ഞ റെക്കഗ്നിഷൻ നിങ്ങളുടെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു നമ്മൾ ഇത്രത്തോളം അർഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം ഒരു കെയറും സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്കാണ് ഇങ്ങനെ ഒരു ബാഡ് ഒരു ഇതിലേക്ക് നമ്മളെ തള്ളിയിടുന്നത്. മനസ്സിലായില്ലേ? ആ തള്ളിയിടുന്നത് മാത്രമല്ല, അതിലൊരു എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ശരി, കാര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കാൻ റെഡിയാണ്. പക്ഷെ അതിനുള്ള ക്ലാരിറ്റിയോടെ സംസാരിക്കാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ എല്ലാവരിലും അതൊരു കൊടുവാള് തന്നെയാണ് ഓരോരുത്തരുടെ തലയിൽ നിൽക്കുന്നത്. അത് കെയർ ചെയ്യാതെ ഇരിക്കാം. ഇപ്പൊ എന്നാലും എൻ്റെ സൈഡ് എനിക്ക് പറയണം എന്ന് തോന്നി. ഞാൻ അതുവരെ ബിക്കോസ് ഞാൻ 3 ദിവസം ഞാൻ പിടിച്ചിരുന്ന ഒരാളാണ്. സൈലൻസ് ഞാൻ കീപ്പ് ചെയ്ത് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. കണ്ടസ്റ്റൻസ് ഒരുപാട് പേര് അവർക്ക് ഒരു കേസായിട്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദേവു എന്നെ വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് ദേവും ഞാനും അധികം സംസാരിച്ചിരുന്ന ആളല്ല. ഈ ഒരു കാരണം പറഞ്ഞ്, അതായത് സംസാരിക്കാതിരുന്ന 2 പേര് പോലും ഈ ഒരു കാരണം പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ബിക്കോസ് ഓൺലൈൻ, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദേവു. അപ്പൊ അതൊരു അന്നമാണ് അവൾക്ക്. അപ്പൊ അതിൽ കയറി ഇങ്ങനെ അതിന് ഒരുപാട് എഫക്റ്റ്. അപ്പൊ ഒരുപാട് പേരുടെ മാനസികമായിട്ട് മാത്രമല്ല പ്രൊഫഷനെ അത് ബാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാഡ്, റൈറ്റ്?
അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ സംസാരിച്ചത് വന്ന്. ഇനി എത്ര ത്രെറ്റല്ല, ഇനി എന്തൊക്കെ വന്നാലും, ഇനി എന്നെ എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളത്, ഞാൻ എവിടെ ഇരുന്നാലും സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ, ആസ് ലോങ് ആസ് ഐ ഹവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, ഐ വിൽ. അത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അറിയാലോ. എൻ്റെ ഞാൻ കേസിന്റെ വിഷയത്തിലാണെങ്കിൽ അവരൊക്കെ കോടീശ്വരന്മാരാണ്. ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുടെ ഓപ്പോസിറ്റും, അതുപോലെ ഗോവയിൽ പോയി ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും മാഫിയുടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ അത് നേടിയെടുത്ത ഒരു കാര്യമാണ്. ആ ഒരു ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് ആൻഡ് കറേജ് എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ ഓരോ കാര്യത്തിൽ ഞാനിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോൾ സംസാരിക്കാൻ പോകുന്നു. ഇപ്പോൾ ജാൻമണിയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഖിൽമാരർ കമൻറ്റ് ചെയ്തതിനകത്ത് ഒരു മോശം ഒരു കാര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു അഖിൽ തന്നെ ആ വിഷയത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, അത് എനിക്ക് അത്ഭുതം എന്നല്ല, ഒരാളെ പറ്റി, ഒരു വ്യക്തി എന്തോ ആട്ടെ, അത് ട്രാൻസ് വുമൺ ആവട്ടെ, ഒരു ഹ്യൂമൻ ബീങ്ങിനെ പറ്റി എങ്ങനെ ഇത് പറയാൻ തോന്നും? ഒരു പ്രൊഫഷനെ പറ്റി, ഒരു കമ്മ്യൂണിറ്റീനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിസ്റ്റിൻ്റെ ഇലനക്കി, ലൈക്ക് എന്താ എച്ചില് കഴിക്കുന്ന. ശോഭ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നത് എടുക്കുകയാണ് കേട്ടോ. ആ സെൻറ്റൻസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഗൗരവമുള്ള കാര്യമാണ്. ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്ന് വരില്ല എന്നാണ്. സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഏഴയലത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിവിടെ ഈ കമൻറ്റ് വായിക്കുന്നതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു കമൻ്റാണ്. പക്ഷേ ഇങ്ങനെയാണ് പ്രതികരണം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുത്തൽ വരുമ്പോഴത്തേക്കും ഇത് പ്രചരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമൻറ്റ് വായിച്ചത്. ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ മീൻ വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ വിറ്റിട്ടുണ്ട്, അതൊക്കെ ചെയ്തൊരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ സാരി എന്ന് പറഞ്ഞാൽ എന്നെ കുറേ കളിയാക്കാറുണ്ടല്ലോ. എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫിൻ്റെ സാരി കൊടുത്ത് അവരെനിക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും, ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യത. അതിന് ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തത് അത് ഭയങ്കര ഒരു തെറ്റ് തന്നെയാണ്. അത് ആൾക്കത് വിനയായിട്ട് വരും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയായിരിക്കും പറഞ്ഞാൽ എന്ന് അതിൽ നിൽക്കണം. അത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? അല്ല, അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കരുതാം. തെറ്റുപറ്റിയാൽ തിരുത്തണമല്ലോ. അതിന് അപ്പോളജൈസ് ചെയ്തോ, അത് അങ്ങനെയാണ് തിരുത്തേണ്ടത്. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാളെ ഇട്ടിട്ട് ആ കമന്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യല്ല. പറഞ്ഞു പോയെന്ന് തിരുത്താണെങ്കിൽ അപ്പോളജി ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കണം. ചെയ്തോ? അത് അഖിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടെ ഉള്ളത്, ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം, ബിഗ് ബോസിനകത്ത് പോകാൻ സമയത്ത് ശോഭയുടെ വീട്ടുകാർ ശോഭയെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ തന്നെ ആ കാര്യവും കൂടെ അഖിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിക്കും ശോഭയെ വിടാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? ശോഭ ഫോഴ്സ്ഫുള്ളി ആണോ പോയത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ എന്നെ വിളിച്ചപ്പോൾ കേസിൻ്റെ കാര്യങ്ങളും പലതും കൊണ്ടിട്ട് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പോകുന്നതിനോട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ അടുത്ത വർഷം ഞാൻ പോയപ്പോൾ എൻ്റെ ഷോ കണ്ടു, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ ഇതുപോലൊരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബ്രദർ തന്നെയാണ് അവരെ എയർപോർട്ടിലും കൊണ്ടുവിട്ടത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്ന് വന്നത്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഇന്നും ആ വീഡിയോ എടുത്ത് കാണുന്നുണ്ട്, ഇന്ന് ഞാൻ അത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് പ്രൗഡോട് കൂടിയാണ് ഞാൻ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത്, 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത് വിത്ത് ഓഡിയൻസ് സപ്പോർട്ട് അല്ലേ. അപ്പം അതിനെ ഒരിക്കലും പിന്നെ അത് സപ്പോർട്ട് ചെയ്തില്ല എന്നൊന്നും ഒരിക്കലും പറയരുത്. നമുക്ക് പ്രൂവ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും പറയാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിനെ ഒരിക്കലും അതൊരു മൊത്തത്തിലൊരു ബാഡ് ആണെന്നുള്ളൊരു രീതിയിലേക്ക്, ആംഗിളിലേക്ക് ആക്കി ദയവ് ചെയ്ത് തീർക്കരുത്. ബിക്കോസ് ഇനിയും എന്നെ പോലുള്ള സ്ത്രീകൾക്കും എന്നെ പോലത്തെ കുട്ടികൾക്കും വന്ന് അവരുടെ കഴിവുകളും തെളിയിക്കണം. അതുപോലെ തന്നെ അവർക്ക് പറയാനുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റണം ഓഡിയൻസിന്. അതിലൊരു മാറ്റം, സൊസൈറ്റിക്ക് ഒരു മാറ്റം, അതാണ് മെയിൻ കാര്യം. ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം ബിഗ് ബോസ് വഴി.
റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ റെമ്യൂണറേഷനെ കുറിച്ച് സംസാരിക്കുന്ന കമ്പാരിസൺ വീഡിയോയിൽ ഒന്നിൽ ഒരു പ്രമുഖനായിട്ടുള്ള അതിൽ ഷോ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രമുഖനുമായിട്ട് ബന്ധം ശോഭയ്ക്കുണ്ടെന്നും അയാളുടെ ആരുടെയോ മറ്റോ കല്യാണത്തിന് ശോഭ പോയതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐഡിയ പറയുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല, കാരണം അതിനകത്ത് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. പക്ഷെ അതേ പറ്റിയിട്ട് എന്താണ് ശോഭയ്ക്ക് അറിയാവുന്നത്, ഇല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇപ്പൊ പറയുന്ന ഇപ്പം ഏഷ്യാനെറ്റിന്റെ ഒരു ഈ പറഞ്ഞ പോലെ മുകളിലിരിക്കുന്ന ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ, ഒന്ന്, ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല. ആ കല്യാണമായിട്ട് ഞാൻ അത്രയ്ക്ക് ഒരു വീഡിയോ ഞാനും കണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്, മനസ്സിലായില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മത്സരാർത്ഥി എന്ന് പറയാം, എൻ്റെ പേര് ആ വീഡിയോയ്ക്കകത്ത് ആ യൂട്യൂബർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ഇത് തന്നെയാണ്. അവരുമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അത് ആരോ എഴുതി കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഓരോരോ പോയിന്റ്സ് വെച്ചിട്ട് പറഞ്ഞത് ആരോ ഇതിൽ നിന്ന് ആരോ നല്ല ഇതിനകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ, കൊടുത്തത് തന്നെയാണ്. ഞാൻ അതിനകത്ത് ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന് ആ കല്യാണം ആ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡിസൈനറാണ്, ഒരു ഡിസൈൻ ഹൗസാണ്. റീമ കല്ലിങ്കിൽ മുതൽ ഒത്തിരി പേരുടെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഞാൻ ഇപ്പോഴും സ്റ്റൈലിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആരുടെ വേണമെങ്കിലും പോയി, പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെയോ ഈ വ്യക്തിയുടെ മോളുടെയോ മോൻ്റെയോ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് പോകും. മിക്കത് ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ അപർണയുടെ ആണ് ലാസ്റ്റ് പോയ കല്യാണം. അപർണയുടെ കല്യാണത്തിന് ഞാൻ സാരി ഞാനല്ല ചെയ്തത്. അതേസമയം സുരേഷ് ചേട്ടൻ്റെ മോളുടേത് ഞാനാണ് ചെയ്തത്. ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇതിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരുമായിട്ട് അത്രയ്ക്കത്തോളം ഒരു ബന്ധമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി സദ്യ ഉണ്ടായിരുന്നു. ഒരു കല്യാണം എന്തായാലും ഞാൻ വെറുതെ വിടൂല. ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് അടിസ്ഥാനത്താ, അതായത് ഇങ്ങനെയൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ത്രെറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ ത്രെറ്റ് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. അത് ഫ്ലാഷ് ചെയ്യും, ഇത് ഫ്ലാഷ് ചെയ്യും, എന്നാ കൊണ്ടുപോയോ. പിന്നെ പറഞ്ഞിട്ടുള്ളവര് ഞാൻ പറഞ്ഞുതരാം. വേറൊരു വിഷയം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എന്തോ ഒരു ചാരിറ്റി ഇവന്റ് നടത്തി അതിൽ നിന്ന് തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു മേജർ ഒരു ഈവെന്റ് എന്ന് പറയുന്നത് അല്ല, ഇതിൻ്റെ ഭാഗമാണ് ഞാൻ മേജറായിട്ട് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒളിമ്പിക് അസോസിയേഷൻ, അറിയാലോ, ഇത്രയും ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. ഒളിമ്പിക് അസോസിയേഷൻ ഒരു ഫണ്ട് റൈസർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഞാൻ പ്രൗഡായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഒരുപാട് പേർക്ക് അതിൽ അവസരം കൊടുത്ത് വീട്ടിലമ്മമാർക്ക് പുറത്തിറങ്ങി വരാനും, അതുപോലെ ട്രാൻസ് വിമൻ ഉണ്ടായിരുന്നു, അതിനകത്ത് വയസ്സായവരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേര് ഭാഗമായി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സസ്റ്റൈനബിൾ ഫാഷൻ ഷോ ഞങ്ങൾ അന്ന് ചെയ്തു. അത് ഒരാഴ്ചയുള്ള ഒരു വലിയ പരിപാടിയുടെ ഒരു ഭാഗമാണ് ഞാൻ. ആ ഒരു വലിയ ഇവന്റ് എന്ന് പറയുന്നത് അത് കനകക്കുന്നിലാണ് നടന്നത്. ആ ഒരു വലിയ ഈവന്റ് നടത്തിയത് ഒളിമ്പിക് അസോസിയേഷനാണ്. അതിന്റെ ഫണ്ട് മുഴുവനും വന്നിട്ടുള്ളത് ഒളിമ്പിക് അസോസിയേഷനിലേക്കാണ്. അതിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് ആർക്കും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതെങ്ങനെ അത് പറയാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ പാർട്ടായിട്ടുള്ളത് ഫ്ലഡിന്റെ സമയത്ത് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ തന്നെയാണ്. അതിനകത്ത് പ്രൗഡായിട്ട് ഞാൻ തന്നെ പറയും. അൺബോർഡ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി. ഏറ്റവും ഫ്രണ്ടിൽ, അതായത് അന്ന് എം ജി രാജമാണിക്യം IAS, അദ്ദേഹം, പൂർണിമ, ഇന്ദ്രജിത്ത്, എല്ലാവരും കുറേ പേര് അതിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് നയിച്ചത് ഞാൻ തന്നെയാണ് ഇറങ്ങിയത്. അതിനുശേഷം ഭൂമിക ഹൗസിംഗ് പ്രോജക്റ്റിലൂടെ 10 വീടുകൾ അവിടെ കിട്ടുകയും ഇപ്പോൾ നാഷണൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടി. ഹഡ്കോയുടെ നാഷണൽ അവാർഡ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയാണ്, ബെസ്റ്റ് ലോ കോസ്റ്റ് ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ ഇതിൽ. അപ്പോൾ അത്രത്തോളം നല്ലൊരു രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു മോണിറ്ററി ഒരു ഇതാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ലക്ഷറി കാറിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗ്ലാവിലും ഞാൻ ലിറ്ററലി ഞാൻ പറയുകയാണ്, അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്ന ഒരു ലൈഫ്, എൻ്റെ ഫ്രീഡം, എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൗഡോടുകൂടി സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുറത്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല, ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ, ഇത് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന പലരും ചെയ്യുന്നതല്ലേ. എക്സാക്ട്ലി അതാണ്. അതിലൊന്നും ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്തത്. മനസ്സിലായി? ഞാൻ ഇവിടെ വന്ന് ധൈര്യത്തോടെ ഇരുന്ന് ഇത്രയും ത്രെറ്റ് കിട്ടിയിട്ടും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിന്റെ പുറകിലെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിലും എൻ്റെ കൂടെ നിൽക്കുന്നവരിലും ഉള്ളൊരു വിശ്വാസം തന്നെയാണ്.
ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ആൾക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള നീതിയില്ലായ്മയ്ക്കെതിരെയല്ലേ ശരിക്കും സംസാരിക്കുക, അല്ലാതെ അഖിലൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യപ്പെട്ടത് ആരൊക്കെയെന്നാണ് നോക്കേണ്ടത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്നെപ്പോലുള്ളവരും ഇനി വരാനിരിക്കുന്നവരെയാണ് അത് എഫക്റ്റ് ചെയ്തത്. അതൊരു വലിയ കമ്മ്യൂണിറ്റീനാണ് അത് എഫക്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു ആംഗിൾ തന്നെയാണ്. അതിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല, ചെറുതായിട്ട് കാണാനും പറ്റില്ല. മനസ്സിലായില്ലേ? അതൊരു ബാഡ് മാർക്കായിട്ട് എന്നും ഉണ്ടാവും. ഇപ്പൊ നാളെ ഞാനൊരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് പോവാണെങ്കിൽ അന്നും ഇത് വെച്ചിട്ട് തന്നെ ആൾക്കാർ സംസാരിക്കോ ഇല്ലയോ? ഒരു പക്ഷം ആൾക്കാർ ചിലപ്പം അത് വിശ്വസിക്കില്ലായിരിക്കും, ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ചിലപ്പോൾ അത് അങ്ങനെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബിഗ് ബോസിനുള്ളിൽ തന്നെ ഇപ്പോൾ അഖില് ഭാര്യ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റിൽ അന്ന് ഇടപെട്ട് സംസാരിച്ചായിരുന്നു. അത് വളരെ വൃത്തിയായിട്ട് അതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആള് തന്നെ, ആ ശോഭ തന്നെ അഖിലുമായിട്ട് ചങ്ങാത്തം കൂടുകയും പിൽക്കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പോയിന്റ്സിനൊക്കെ മറന്നുകൊണ്ട്, ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയ ഭയങ്കര തരത്തിലുള്ള ഫൈറ്റൊക്കെ മറന്നുകൊണ്ട് ഒരുമിച്ച് സൗഹൃദം കൂടുകയും ചെയ്യുന്ന സമയത്ത് മറ്റൊരു സന്ദേശമായി പോവില്ലേ? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? അല്ല, ടെൻഷൻ അല്ല. അതായത് ഒരു വ്യക്തിക്ക് മാറ്റം സംഭവിക്കുന്നത് നല്ലതാണ്. ഇപ്പം അഖില തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത്. അതുവരെ ഒരു മെയിൽ ഷുവനിസ്റ്റ് ആയിരുന്ന ഒരാള് അവിടെ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിന്ന് വന്ന ഒരു ലേഡീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു മാറ്റമാണ്. ആ ഒരു മാറ്റമാണെങ്കിൽ അതൊരു പോസിറ്റീവ് മാറ്റമാണ്. മാത്രമല്ല, ഒരു ക്ഷമാപണം ചെയ്ത ഒരാളാണ്. ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുമ്പോൾ നമ്മളത് ക്ഷമിച്ച് ആ ആളിൽ മാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ അതൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. ബിക്കോസ് ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടൊരു കാര്യമാണ്, ഞാൻ എടുത്ത് പറയുക തന്നെ ചെയ്യും. അതെ, ഈവൻ ഐ ഫെൽറ്റ് ബാഡ്. അത് പറയാൻ പാടില്ല. ഇപ്പം ചിലപ്പോൾ പറയൂല, നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറ്റേ കൈ അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു നല്ല കാര്യം, ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളൊരു അരി കൊണ്ട് കൊടുക്കുന്നത്, അപ്പോൾ അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നാദിറയെ പറ്റി നാദിറ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചിട്ടും ഈ പണപ്പെട്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതേ കാര്യം പറയുകയായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ പൊളിറ്റിക്സ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആ ട്രാൻസ് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇപ്പം ഇദ്ദേഹത്തിന് സപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ നാദിറ എന്നോട് വഴക്ക് കൂടിയാലും എനിക്ക് പ്രശ്നമില്ല. വിന്നർ ആവുകയാണെങ്കിൽ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് നാദിറയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ക്രൗഡും കൂടി അഖിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. മനസ്സിലായില്ലേ? അവളുടെ കമ്മ്യൂണിറ്റിയും കൂടി അഖിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പം പുറത്തിറങ്ങിയിട്ട് ആ ഒരു സംഭവം വന്നപ്പം അഖിൽ ഈ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, മീഡിയ എടുത്ത് പറയണം എന്നുള്ളത്. അപ്പം നാദിറ പറഞ്ഞ കാര്യം, അങ്ങനെ മീഡിയ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആ കാശ് വേണ്ട അഖിലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്തിട്ട് ആ വ്യക്തി നമ്മൾ ചെയ്ത ഒരു തെറ്റ് കണ്ടിട്ട് അത് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഇതല്ല പറയേണ്ടത്. ഇത് ഞാൻ തന്നത് കഴിച്ചിട്ട് നീ ഇത് ചെയ്തു എന്നുള്ള ഒരു ആംഗിളിൽ ഒരിക്കലും പറയരുത്. അങ്ങനെയാണെങ്കിൽ ആരാ നന്ദികേട് കാണിച്ചത്? ഫസ്റ്റ് ഏഷ്യാനെറ്റിനെ പറ്റി കുറ്റം പറയുകയും ബിഗ് ബോസ് ഷോയിലേക്ക് വരുന്നത് അതിനേയും കാട്ടി ഭേദമാണ് ലുലു മോളിൽ പോയി മുണ്ട് പൊക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഒരു പ്രോഗ്രാം അത് കൊള്ളില്ല, മോശമാണെന്ന് പറഞ്ഞ വ്യക്തി, അതേ വ്യക്തി ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് പങ്കെടുക്കണം അതിന്റെ ഫെയിം കാരണം. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഷോയിൽ വന്നപ്പോൾ എനിക്ക് അഖിൽ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഐ സ്വെയർ അപ്പോൺ മൈ മദർ, എനിക്ക് അഖിൽ ആരാണെന്ന് വ്യക്തി എന്ന് അറിയില്ലായിരുന്നു. ഇത്രയും ലോകം മുഴുവൻ അറിഞ്ഞത് ആര് കാരണമാണ്? ഈ ഒരു ഷോ കാരണം തന്നെയാണ്. ഇതേ വ്യക്തി 1 വർഷം വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കോൺട്രാക്ട് കഴിഞ്ഞതും അതേ ഷോയിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കമന്റ്. നമ്മൾ ആ ഷോയുടെ ഭാഗമായിരുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അഭിപ്രായം, ഇങ്ങനത്തെ ബാഡ് വരുമ്പോഴത്തേക്ക്, ഇങ്ങനത്തെ അനീതി നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പറയണം അതിനെക്കുറിച്ച്. അതിൽ ഞാൻ ഇപ്പോഴും അത് സപ്പോർട്ട് തന്നെ ചെയ്യും. അതിനെ ഞാൻ ഒരിക്കലും അതിൽ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ ആകേണ്ടിയിരുന്നില്ല പോവേണ്ടത്. അത് പറഞ്ഞു പോയപ്പോൾ ഉണ്ടാകുന്ന ടങ് സ്ലിപ്പോ അല്ലെങ്കിൽ അഖിലിന്റെ പൊതുവിലുള്ളൊരു മാനർസോ അല്ലെങ്കിൽ പറച്ചിൽ രീതിയോ ഒക്കെ ആയി കരുതിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒറ്റ തെറ്റ് കാരണം എത്ര പേരെയാണ് അത് എഫക്റ്റ് ചെയ്തത്, ഇൻക്ലൂഡിങ് നമ്മുടെ തസ്നി ഖാൻ ചേച്ചി വന്ന് അതിനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമണർ ഗോപിക അതിനെക്കുറിച്ച് സംസാരിച്ചു. ഗോപികയുടെ ബ്രദറും അതിനെക്കുറിച്ച് എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇതുവരെയായിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. പക്ഷെ അതേസമയം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു. ഒരു കോമണർ ആയിട്ടുള്ള ഗോപികയ്ക്ക് വരെ ഇനി കോമണറിന് വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഷീ ഈസ്
സെലിബ്രിറ്റി നൗ. അപ്പം എല്ലാരെയും അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. സൈലന്റ് ആയിട്ടിരുന്ന പലരും സോഷ്യൽ മീഡിയയിൽ പോലും അത്രയും ആക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല ഗോപിക. അങ്ങനെ അല്ല, ഒരു ഇതായിട്ട് അവൾക്കൊരു പ്രൊഫഷൻ ഉണ്ട്. അപ്പം എല്ലാരെയും അത് എഫക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ത്രെട്ട് വന്നിട്ടും അതിനെ മറികടന്ന്, അത്തരം ഒരു ഭീഷണി മറികടന്ന് സംസാരിക്കാമെന്ന് തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ വേറെ ആര് സംസാരിക്കും? ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഞാൻ ഈ ഒരു ഫിയർ നമ്മൾ പലരും നമ്മളെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തളർത്താൻ നോക്കുന്നത് ആ ഒരു ഫിയർ കൊണ്ടിട്ടിട്ടാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, ശരിയാണെങ്കിൽ നമ്മൾ എന്തിനാ ആരെ ഭയക്കണം? എനിക്കൊരു ലൈഫേ ഉള്ളൂ. അത് ഞാനായിട്ട് തന്നെ നിന്ന്, സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന്, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്നൊരു ലേഡി, എൻ്റെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പലരും പറയാറുണ്ട്, ഒരു ഇൻസ്പിറേഷൻ ചേച്ചി, എന്നിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തളർന്നു പോയാൽ അവർക്കൊക്കെ ഒരു റോങ് മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഞാൻ വന്ന് സംസാരിക്കുമെങ്കിൽ അത് നാളെ ഇനി എന്ത് വന്നു, എനിക്കിതിൻ്റെ കോൺസിക്വൻസ് അറിയാം. ഇന്നലെ മുതലേ എൻ്റെ ലൈവ് ഇൻ്റർവ്യൂ കഴിഞ്ഞത് മുതലേ നേരത്തെ 3 ദിവസം ഞാൻ അനുഭവിച്ച സൈബർ അറ്റാക്ക് അല്ല ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഈ PR അറിയാമല്ലോ, അത്രമാത്രം സ്ട്രോങ് PR കാണുമായിരിക്കും. അമ്മാതിരി ഇതാണ് എന്നെ ഇത് ചെയ്തിരിക്കുന്നത്. എന്നെ പലരും വിളിക്കുന്നുണ്ട്, എനിക്ക് പല രീതിയിലുള്ള ഇതും വരുന്നുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ. എന്നെ അത് ബാധിക്കുന്നില്ല, ബാധിക്കാനും പോകുന്നില്ല. എവിടെ വേണമെങ്കിലും ഞാൻ എന്ത് വേണമെങ്കിലും ചാലഞ്ച് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ. കുറേ അക്യൂസേഷൻസ് ഇനിയും കൊണ്ടുവരുമായിരിക്കും. എന്നെ ബ്ലാക്ക് മാർക്ക് ചെയ്യാൻ നോക്കുമായിരിക്കും, എന്നെ സ്ലട്ട് ഷെയിം ചെയ്യാൻ നോക്കുമായിരിക്കും. നീ അവൾ അങ്ങനെയാണെന്ന് പറയാൻ നോക്കുമായിരിക്കും. ഇവളിവിടെ വന്നിരുന്ന് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ വക്താവാണെന്ന് പറയും. ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഞാൻ ആരുടെയും വകയ്ക്കല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ച് പ്രൗഡായിട്ട് എൻ്റെ കാര്യവും ഞാൻ നോക്കി, എൻ്റെ കൂടെ ഉള്ളവരെയും നോക്കി ഞാൻ ജീവിക്കുന്ന ഒരു സ്ട്രോങ് വനിത തന്നെയാണ്, പ്രൗഡ് അയൺ ലേഡി തന്നെയാണ് എന്ന് ഞാൻ വീണ്ടും തെളിയിക്കും. തീർച്ചയായിട്ടും അതെ, ബിഗ് ബോസിൽ തെളിയിച്ചതാണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ ഭയങ്കര രസമായിട്ടായിരുന്നു ബിഗ് ബോസിനകത്ത് ഒരുങ്ങിയൊക്കെ നടക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഈ അടുത്ത് ജാൻമണി വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഈ സിംപ്ലിസിറ്റി ഒരുപാട് ചിലവുള്ള പരിപാടിയാണോ? ഡിപ്പെൻസ്, നമ്മൾ എങ്ങനെ അതിനെ ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്കൊരു അതിനകത്തൊക്കെ ഞാൻ 500 രൂപയുടെ സാരി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് പുറത്ത് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ഒരു 1,00,000 രൂപയുടെ സാരി എങ്ങനെയെങ്കിലും ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എലിഗൻസ്, ഒരു ഇതുണ്ടാവില്ല. ഉള്ളിൽ സന്തോഷവും ഉള്ളിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ, ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ആ കോൺഫിഡൻസ് എല്ലാം എനിക്ക് തരുന്നത് എൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അപ്പം എന്നത്തോളം എനിക്ക് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിന്ന് 1 രൂപയെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അത്രത്തോളം കാലം ഈ ഒരു ഇതുണ്ടാവും. അപ്പം അത് തന്നെയാണ് എനിക്ക് കുട്ടികളുടെ അടുത്തും പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്. ആർക്കും വേണ്ടിയിട്ട് ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡവും, നമുക്ക് ആ കോൺഫിഡൻസും, ഒരു സെൽഫ് റെസ്പെക്റ്റും, മറ്റുള്ളവർ നമുക്ക് തരേണ്ട ഒരു റെസ്പെക്റ്റും ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അത് അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കണം. മനസ്സിലായില്ല? അത് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെയല്ല, അത് ലൈഫിലൊരു മീനിങ്ങും ഉണ്ടാവണം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു വെറും ഒരു ഓൺട്രപ്രനർ അല്ല. സോഷ്യൽ ഓൺട്രപ്രനർഷിപ്പ് ഞാൻ എപ്പോഴും എടുത്ത് പറയാൻ കാര്യം അതാണ്. ഇപ്പം നമ്മൾ വരുന്നതും കൂടെ നമ്മുടെ കൂടെ ഉള്ളവരെയും വളർത്തണം, അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഓരോ മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പോസിറ്റീവ് മെസ്സേജ്. അതാണ് എനിക്ക് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു 1 year ആയിട്ട് ഒരുപാട് വിന്നേയും ചാലഞ്ചസിലൂടെയൊക്കെ ഞാൻ ഒരുപാട് കടന്നു പോയായിരുന്നു. പക്ഷെ ഈ ഒരു 3 അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. ഭയങ്കര നെഗറ്റീവ്. ആ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളെ തള്ളിവിട്ടത് ആരാണ്? ഒറ്റ വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ഇത്രയും പേരെ അത് ഭയങ്കരമായിട്ട് അത് എഫക്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ശോഭ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം മോഡേൺ എന്ന് നമ്മൾ കരുതുന്ന എല്ലാ ഡ്രസ്സും മോഡേൺ ആണ്, നമ്മൾ സാരി ഉപയോഗിക്കുമ്പോഴും മോഡേൺ ആണ്, മോഡേൺ രീതിയിലാണ്. അതെ, എല്ലാ ഡ്രസ്സും ഇട്ടാലും യോജിക്കുമ്പോഴും പലപ്പോഴും കാണുന്നത് ശോഭയുടെ ഐഡന്റിറ്റി ആയിട്ട് കാണുന്നത് സാരിയാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ ഒരു നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കേണ്ടത്? ശോഭയ്ക്ക് ആ സാരി കൊള്ളാം എന്ന് തോന്നിപ്പിക്കുന്നതിന്റെ ഒരു പിന്നില് അതിന്റെ എന്തോ ഒരു സൈക്കോളജി ഉണ്ട്. അത് എവിടെ നിന്നാണ് ഇങ്ങനെ പഠിച്ചു വെച്ചതല്ല. ലൈഫിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും
സിറ്റുവേഷൻസ് എൻ്റെ ഒരു റിയാക്ഷനാണ്. അപ്പം പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനും ഒരു റിയാക്ഷനുമാണ്. ഞാൻ പെട്ടെന്ന് ഞാൻ പറയില്ലേ, കൈത്തറി ഒരു ഫാമിലിയിലേക്കാണ്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ നെയ്ത്തുകാരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൊടുത്ത് അതിൻ്റെ ഒരു അംബാസിഡറായി തുടങ്ങണം. ഇപ്പം തന്നെ ഞാൻ ഡൗൺ ആകുമ്പോഴൊക്കെ ഞാൻ സ്റ്റോറിൽ ഞാൻ യാദൃശികമായിട്ട് പോയപ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ പാലക്കാടിൽ നിന്ന് അവർ വന്നിട്ടുണ്ട്, അമ്പലം തൊഴാൻ വന്നവരാണ്. അവർ വന്നിട്ടുണ്ടായിരുന്നു മക്കളെയും കൊണ്ട്. അവർ ഉടനെ തന്നെ ചെയ്തത് പാലക്കാടുള്ള അവരുടെ എല്ലാ റിലേറ്റീവ്സ്, എനിക്കൊരു 5 റിലേറ്റീവ്സിനെ അവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാനാണ് ആദ്യം കാണുന്നത്. അപ്പൊ അവരുടെ ഒരു റിയാക്ഷനും അവരുടെ അമ്മമാരുടെയും അവരുടെയൊക്കെ ഒരു സന്തോഷവും സപ്പോർട്ടും, അതിനോടുകൂടി ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങൾ സാരി ഉടുത്ത് തുടങ്ങി. ഞങ്ങൾ സാരി ഉടുത്ത് കഴിഞ്ഞു, ജോബിനെ കണ്ടിട്ട് ഞങ്ങൾ സാരി ഉടുത്ത് തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം, അത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഒരു മെസ്സേജ് ടു ലൈക്ക് ഇതിനെ റിവൈവ് ചെയ്ത് നമ്മൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. അടുത്ത ജനറേഷൻ നമ്മൾ കൊടുക്കണം അല്ലേ. ഇത് കുറഞ്ഞു ഇപ്പം റെഡിമെയ്ഡ് സാരീസായി, കുറച്ച് കഴിയുമ്പോൾ അതും മറക്കും. അപ്പം അത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ബാക്ക് ടു ദ റൂട്ട്സ് നമ്മൾ പോകണം. അതിനെ നമുക്ക് അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുവരണം. ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു. അപ്പം അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഒരു റിയാക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഉടുത്തുരുങ്ങിയിട്ട് നല്ലൊരു നീളമുള്ളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മൾ ചില ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവും, പിന്നെ ചിലർക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ്. പക്ഷേ എങ്കിലും ഒരു ക്ലിക്ക് പോയിന്റ് ഉണ്ടാവും, ഒരു ഹൈ ഉണ്ടാവും, എവിടെയോ ഒരു ഹൈ കിട്ടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ശോഭസുന്ദരിയാണെന്ന് ശോഭ വിശ്വസിക്കുന്നിടത്തൊരു ഹൈ കിട്ടുന്നുണ്ട്. ആ ഹൈയുടെ കൂടെ പ്രതിഫലനമാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ശോഭസുന്ദരിയാണെന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ശരിക്കും അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്? അത് ഇപ്പം ഞാൻ വന്നിട്ട് ശോഭയെടുത്ത് പറയാണ് ശോഭസുന്ദരിയാണെന്ന് പറയുമ്പോൾ ശോഭ സന്തോഷിക്കുന്നതാണോ, അത് ശോഭയ്ക്ക് തന്നെ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ല? ഒരു ദിവസം ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതൽ ഹൈ? അതൊരു സെൽഫ് ലവ് ആണ്. ഇപ്പം കംഫർട്ട്, ഡെഫിനറ്റ്ലി കംഫർട്ട് ആൻഡ് സ്റ്റൈൽ എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്കത് ഭയങ്കര എൻ്റെ ഒരു സെക്കൻഡ് സ്കിന്നായിട്ട് മാറിയിട്ടുണ്ട് സാരി എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ഉടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ. അതിട്ട് ഓടാനാണെങ്കിലും ഞാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഹൈ തരുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ. ഞാൻ കമ്മ്യൂണിക്കേറ്റ്, എൻ്റെ ഓരോ സാരികളും എൻ്റെ ക്യാൻവാസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പം ഒരു മെസ്സേജ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അത് കൊടുത്ത് അവരിലേക്ക് അത് കണക്ട് ചെയ്ത് എത്തി ഒരു മാറ്റം അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ഹൈ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും വിചാരിക്കണം ഞാൻ സുന്ദരി തന്നെയാണ്, ഇൻസൈഡ് ഔട്ട്. അത് ഉള്ളിൽ എനിക്കത് ഡൗൺ ആണെങ്കിൽ കാണുമ്പോൾ, ഞാൻ മിറർ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് സന്തോഷം വന്നൊന്നും വരില്ല. ഞാൻ ഇനി എന്തിട്ടാലും എനിക്കതൊരു ഉള്ളിലെ ഹാപ്പിനെസ് തന്നെയാണ് നമ്മുടെ പുറത്തും കാണുന്നത്. ശോഭ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആ റൗണ്ടിനകത്ത് എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അന്ന് അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. മീതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലും ശോഭ അവസാനം വരെ പിടിച്ചു നിന്നപ്പോൾ അന്നാണ് എൻ്റെ മനസ്സിൽ കയറി പറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പെണ്ണ് കൊള്ളാലോ, ഭയങ്കര രസമായിട്ടാണല്ലോ, സ്പിരിറ്റോടുകൂടി കളിക്കുന്നത്. ഞാനാണെങ്കിൽ പണ്ടാരം പിന്മാറുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നിടത്ത് അത്ലറ്റിക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ബോഡി കണ്ടീഷനും മാനസികാവസ്ഥയും വെച്ചിട്ട് അയ്യോ ഞാൻ പിന്മാറുമായിരുന്നു എന്നാണ് ഞാൻ അത് കാണുമ്പോൾ നോക്കിയത്. പക്ഷെ അതൊന്നും അല്ലാത്ത ശോഭ അവിടെ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിൽ കയറിപ്പറ്റി. അവിടെയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എലമെന്റ് ആയിട്ട് കരുതിയത്? എനിക്ക് കിട്ടിയൊരു അവസരം, മനസ്സിലായില്ലേ? ആൻഡ് ദ മെസ്സേജ്. ഞാൻ എപ്പോഴും അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എന്തിനാണ് ഞാൻ അവിടെ വന്നത്? ആ ഒരു ഫോക്കസ് എനിക്ക് തോന്നുന്നു. ഞാൻ വന്ന് കാല് കുത്തിയ മുതൽ ഇറങ്ങുന്നത് വരെ എനിക്ക് ആ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ കൂട്ടുകൂടാനോ ഞാൻ അവിടെ ഇത് ചെയ്യാനോ ഫാമിലി ഉണ്ടാക്കാനോ ഒന്നും അല്ല പോയത്. ഞാൻ പോയൊരു ഉദ്ദേശമുണ്ട്, സോളിഡ് ഉദ്ദേശം. എന്താണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കണം. അത് കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും ഞാനത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവിടെ ഞാൻ പ്രൗഡോടുകൂടി ഞാൻ പറയും എല്ലാ കാര്യവും. അത് മാത്രമല്ല, ഒറിജിനലായിട്ട് നിന്നു എന്നുള്ളൊരു കാര്യം അല്ലേ. അതെൻ്റെ ബാഡ് ആണെങ്കിലും നല്ലതാണെങ്കിൽ എല്ലാ വശവും ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഗെയിമിലാണെങ്കിൽ പോലും ഞാൻ അവസാനം എന്നിട്ടും ഞാൻ വിട്ടിട്ട് പോകാൻ റെഡി ആയിട്ടില്ല. അവസാനം എല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ അത്രയ്ക്ക് എന്നെ അവർ രണ്ടുപേരും കൂടി നിന്ന് പിന്നെ ഇനി എനിക്കൊരു എന്നാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ വീണ്ടും പോയതാണ്. ബട്ട് ഐ ഫെൽറ്റ് ഗുഡ് ദാറ്റ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ടും ആ ഗെയിം കഴിഞ്ഞപ്പോൾ അവന് ഷേക്കൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം തീരെയാണ്. അത് ഓരോ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എന്നാ ഒരു സ്പിരിറ്റോട് കൂടി തന്നെയാണ് എല്ലാവരും കളിക്കുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ ഗെയിം സ്പിരിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ബിക്കോസ് ഐ വാസ് വെരി മച്ച് ലൈക്ക്
ആ ഒരു അവസരം എനിക്ക് പ്രോപ്പറായിട്ട് എനിക്കത് യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഞാനത് യൂസ് ചെയ്യുകയും ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നമ്മൾ ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കുകയാണ്. അതിൻ്റെ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡിസ്കഷൻ്റെ പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഫോക്കസ് പോയിന്റ് മാറിപ്പോകരുത്. ചില കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഏഷ്യാനെറ്റിനുള്ളിൽ നിന്ന് അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ശോഭയും കരുതുന്നില്ലേ? ഡെഫിനറ്റ്ലി കരുതുന്നുണ്ട്. അത് അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ എന്തായാലും അത് ഏഷ്യാനെറ്റിനകത്ത് മാത്രമല്ല, എൻ്റെ മോൾ ഷൈൻ ആണെങ്കിൽ, ബിക്കോസ് ഏഷ്യാനെറ്റ് മാത്രമല്ല എൻ്റെ പാർട്ടി. അതെ. അപ്പോൾ ഇത് 3 പേരും അതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു അന്വേഷണം ഉണ്ടാവണം. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ലീഗലി ഓൾസോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ വിക്ടിംസ് വരികയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയും വേണം ടിൽ ദി എൻഡ്. അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അത് 100 ജെന്യുവൻ. ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയും, ഇന്നലെയും ഞാൻ ചാനലിൽ അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിൽക്കാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരുകൾ എടുത്ത് പറയൂന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? അത് ഒരു സപ്പോർട്ട് കൊടുത്തതാണ്. ഒരിക്കലും അതൊരു ബാഡായിട്ട് അതിനെ വേറൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകരുത്. അത് ജെന്യുവനായിട്ട് തന്നെ പറഞ്ഞാണ്. ബിക്കോസ് നമ്മളും അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള, ആ ഷോയുടെ ഒരു പാർട്ടാണ് വെരി മച്ച്. നമ്മൾ ഇരിക്കത്തോളം കാലം ആ ഒരു ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. ടാഗ് ബിഗ് ബോസിൽ വന്നൊരു കണ്ടസ്റ്റന്റ് ശോഭ എന്നുള്ളൊരു ഇതാണ് ഇപ്പം എന്നെ അറിയപ്പെടുന്നത് അല്ലേ. അതിൽ ഓരോരുത്തരും വന്നവരിൽ ടാഗ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ്. നമുക്കത് തന്നൊരു ഇതിനെപ്പറ്റി ഒരിക്കലും നമ്മൾ മറക്കരുത്. വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. എന്ന് പറഞ്ഞ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം ഏറ്റെടുക്കുക, അതും പാടില്ല. പക്ഷെ എന്നാൽ ഇന്നസെൻ്റ് ആൾക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യരുത്. പറഞ്ഞില്ലേ, നമ്മൾ എത്രയോ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു ഇന്നസെൻ്റ് ആൾ പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ളവരാണ് ഈ ഒരു ആഴ്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര കാലം പോകുന്ന പോലും നമുക്കറിയത്തില്ല ഈ ഒറ്റ ഒരു ഇത് കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടാതെ ഈ ഡിസ്കഷൻസ് മുന്നോട്ട് പോയിട്ട് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. നന്ദി. താങ്ക് യു.